പോയാലോ എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അടുത്തേക്ക് മൂന്നാറിലേക്ക് നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോവാം അല്ലേ? ഞാൻ വ്ളോഗെല്ലാം എടുക്കുന്നുണ്ട്, ആദ്യമായിട്ടാണ് വ്ളോഗെല്ലാം എടുക്കുന്നത്. എൻ്റെ അമ്മേൻ്റെ ഹെൽപ്പെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ ആദ്യമായിട്ട് വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് നിങ്ങളെന്നെ സപ്പോർട്ട് ആക്കണം. അപ്പം നമുക്ക് ഒക്കെ പോവാം മൂന്നാറിലേക്ക്. അടുത്ത ദിവസം രാവിലെ നമ്മൾ 6 മണിക്കെല്ലാം എണീറ്റു. 6:30 ഇറങ്ങാനായിരുന്നു നമ്മുടെ പ്ലാന്. അപ്പോൾ ബാൽക്കണി ഇങ്ങനെ നോക്കുമ്പോൾ നല്ല മഞ്ഞ്. ഞാനിങ്ങനെ നോക്കി ഇരിക്കുന്നു. ഞാൻ അമ്മയോട് പറയുന്നത് കൊച്ചി മൂന്നാർ തന്നെ ആയല്ലോ അമ്മേന്ന്. അതോ അച്ഛൻ നമുക്ക് മാങ്ങയില മുറിക്കുന്നുണ്ട് പോകുന്ന വഴിക്ക് തിന്നാൻ വേണ്ടിയിട്ട്. അച്ഛൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങയാണ്, നമുക്ക് നല്ല ഇഷ്ടമാണ്, നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ലിഫ്റ്റിലെല്ലാം കയറുന്നുണ്ട്. നമുക്കിനി പോവാം. അച്ഛനും കാശിയും ഞാനും അമ്മയും കൂടിയിട്ട് മൂന്നാറിലേക്ക് പോകുന്ന ട്രിപ്പ്. ഓക്കെ, നമ്മളിതാ നല്ല പാർക്കിംഗ് സ്ഥലത്തേക്ക് പോയി. നമ്മൾ കാറിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ ഇല്ല കാഴ്ചകളെല്ലാം കണ്ടിട്ട് വരാം. ഓക്കെ, പോകുന്ന വഴിക്ക് ഞാനും കാശിയും ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. നല്ല ക്ഷീണം ഉണ്ടായി. നമ്മൾ കോതമംഗലം വഴി ഇടുക്കിയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഇത് നേര്യമംഗലം പാലമാണ്. നല്ല രസമായിരുന്നു, നല്ല ഭംഗിയായിരുന്നു ഇതൊക്കെ കാണാൻ വേണ്ടി. അപ്പുറത്ത് നമ്മൾ പുതിയൊരു ഇത് കെട്ടുന്നുണ്ടായി അവർ, അതായിരുന്നു നമ്മൾ കാണിച്ചത്. നമ്മൾ പാലത്തിൽ എത്തണതിൻ്റെ തൊട്ട് മുമ്പേ നമ്മൾ നവോദയ സ്കൂൾ കണ്ടു. അപ്പോൾ അച്ഛനൊക്കെ അത് കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലായിരുന്നു. അച്ഛനവിടെ നമ്മുടെ കാസർഗോഡ് നവോദയ സ്കൂളിലായിരുന്നു പഠിച്ചത്. അതുകൊണ്ട് അച്ഛന് എവിടെ പോയാലും നവോദയ സ്കൂളൊക്കെ കാണുമ്പോൾ അച്ഛന് ഭയങ്കര ഒരു ഓർമ്മയാണ്. ആ മുമ്പിൽ കാണുന്ന KSRTC കണ്ടോ? അതിൽ ബാക്കിൽ എഴുതിയിട്ടുണ്ടായത് ആനവണ്ടിന്ന്. നമ്മൾ ചിരിച്ചിട്ടിപ്പാ. ഈ മലയെല്ലാം കാണുമ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി മൂന്നാറിലെത്താൻ. നല്ല പാങ്ങുണ്ടായിന്. ഏടെ കണ്ടാലും ഫുള്ള് വ്യൂ പോയിന്റിലായിരുന്നു. അവിടെ നിന്നുള്ള വ്യൂ പിന്നെ പറയണ്ട, അടിപൊളിയായിരുന്നു. ഇവിടെ കാണുന്നതിൽ മൂന്നാർ ടൗണാണ്. നമ്മൾ മൂന്നാർ ടൗൺ എത്തി. പിന്നെ ഇടയിലെല്ലാം കുറേ വീടെല്ലാം കണ്ടു. അതെല്ലാം നമ്മുടെ തോട്ടം തൊഴിലാളികളെല്ലാം താമസിക്കുന്ന വീടാണ്. ഭയങ്കര രസമായിരുന്നു അത് കാണാൻ. പിന്നെ നമ്മുടെ ഈ തേയിലത്തോട്ടമെല്ലാം കാണാൻ നല്ല രസമായിരുന്നു. നമ്മൾ മൂന്നാറിൽ തന്നെ എത്തിയത് കണ്ടോ? കുറേ വ്യൂ പോയിൻറ്റും അങ്ങനെ എല്ലായിടത്തും വണ്ടി നിർത്തിയോടെ നല്ല ട്രാഫിക് ഉണ്ടായി. അതുകൊണ്ട് അവിടെ പോലീസൊക്കെ ഉണ്ടായത്. നമ്മളിപ്പോൾ മൂന്നാറിൽ നിന്ന് ഹൈ റേഞ്ച് കയറിയിട്ട് വട്ടവടയിലേക്കുള്ള യാത്രയാണിപ്പോൾ. ഇതാണ് വട്ടവടേൻ്റെ ബോർഡർ. ഇത് മോർണിംഗ് 6 to ഈവനിങ് 6 വരെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. കാരണം 6 o'clock കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഫുള്ള് വൈൽഡ് ആനിമൽസ് ആയിരിക്കും. ഇത് ഫുള്ളൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. അങ്ങനെ നമ്മൾ വട്ടവടയിലെത്തി. ഇതാണ് നമ്മൾ താമസിച്ച ഹോം സ്റ്റേ. നല്ല വ്യൂ എല്ലാം ഉണ്ടായി. മറ്റേ സ്ട്രോബെറി തോട്ടത്തിൻ്റെ ഒക്കെ വ്യൂ ആയിരുന്നു. ബെഡ്
ഇവിടെ എന്തെങ്കിലും സെറ്റപ്പിലാക്കിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോവാം. നല്ലൊരു മിറർ ഉണ്ട് കേട്ടോ, നല്ല ഇഷ്ടമായി. കിച്ചൺ ചായ ഉണ്ടാക്കാം, പിന്നെ കബോർഡ് ഡ്രസ്സ് വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലുണ്ട് ചെരുപ്പെല്ലാം വെക്കാനുള്ള കബോർഡ്. നോക്കിക്കോ. ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ ജീപ്പ് സഫാരിക്ക് പോയി. നമ്മൾ നല്ല മഴയൊക്കെ പെയ്തായിരുന്നു. പിന്നെ നമ്മൾ കാർ എടുത്ത് പോകാൻ പറ്റൂല അവിടത്തേക്ക്, കാരണം ഭയങ്കര റോക്കി ആയ പ്ലേസാണ്. നമ്മൾ അങ്ങനെ കുലുങ്ങിക്കൊണ്ടാണ് പോയത്. കാരണം നോക്കിയത് ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം, മഴയൊക്കെ പെയ്തുകൊണ്ട് ഫുള്ള് ചെളിയും പിന്നെ ഫുള്ള് റോക്കിയാണ്. എന്തായാലും ഞാൻ കുലുങ്ങണ കണ്ട ഇങ്ങനെ അങ്ങോട്ടും അങ്ങോട്ടും കുലുങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ജീപ്പ് സഫാരി ട്രക്കിങ്ങിനൊക്കെയാണ് നമ്മൾ പോയത്. ഇതാണ് പഴത്തോട്ടം വ്യൂ പോയിന്റ്. അവിടെ നിന്ന് നമുക്ക് സ്ട്രോബെറി തോട്ടമൊക്കെ കാണാൻ പറ്റി. പിന്നെ നമ്മൾ പോയത് ടൈഗർ കേവ്സിലേക്കാണ്. അവർ പറയാനുണ്ടായി മുമ്പ് പുലിയൊക്കെ താമസിക്കുന്ന ഒരു കേവായിരുന്നു. ഭയങ്കര ഒരു എക്സൈറ്റിംഗ് മൊമെൻ്റ് ആയിരുന്നു. ഞാൻ പിന്നെ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു അത്. നല്ല രസമായി. ഈ പുഴ കിടക്കണമെങ്കിൽ നമ്മളൊരു മുള പോലത്തെ ഒരു സാധനത്തിലേക്ക് കൂടി നടന്നിട്ട് വേണം നമ്മൾ അപ്പുറത്തെ കേവിൻ്റെ ആ ഭാഗത്തിലേക്ക് എത്താൻ വേണ്ടി. അങ്ങനെ കാശീനെ അച്ഛൻ തട്ടിയിട്ടാണ് കൊണ്ടുപോയത് ആ വ്യൂ എന്നൊക്കെ പറഞ്ഞ്. ഭയങ്കര എനിക്ക് ആ റോക്സിൽ പോകണമെന്നുണ്ടായി, പക്ഷേ ഇത് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല റിവറും, എനിക്ക് അങ്ങനത്തെ റിവറൊക്കെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നെങ്കിലോ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മളിപ്പോൾ അവിടെ എത്തി. പിന്നെ നമ്മുടെ കല്ലൊക്കെ കയറി വേണം പോകാൻ വേണ്ടി. അതല്ല, അത് ഭയങ്കര രസമല്ലേ, എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ കല്ലൊക്കെ കയറിയിട്ടും ഇതൊക്കെ കയറിയിട്ടൊക്കെ പോകാൻ. അവിടെ ആണെങ്കിൽ കുറേ പൈൻ ട്രീസൊക്കെ ഉണ്ടായി. നമ്മൾ പോയി പോവാണ്. വഴിയൊക്കെ ഫുള്ള് പുല്ലും കല്ലും ഒക്കെ ആയിരുന്നു. ബട്ട് എനിക്കതാണ് ഇഷ്ടം. നോക്കിയത് അത് ഫുള്ള് പണ്ടത്തെ മരങ്ങളൊക്കെ ആയതുകൊണ്ട് ഫുള്ളും ട്രീസിൻ്റെ ലീവ്സൊക്കെ താഴെ വീണിട്ട്. അങ്ങനെ നമ്മൾ ടൈഗർ കേവ്സിലെത്തി. അതിൻ്റെ ഉള്ളിലേക്ക് ഗുഹേൻ്റെ ഉള്ളിലേക്ക് വഴിയുണ്ട്, 2 വഴിയുണ്ട്. നമ്മൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു സൈഡിലേക്ക് നമ്മൾ കല്ലങ്ങ ഇങ്ങനെ മേളിലേക്ക് ഇങ്ങനെ കയറി വേണം പോകാൻ. ഭയങ്കര ഇരുട്ടായിരുന്നു ഉള്ളിൽ, അതുകൊണ്ട് അച്ഛൻ്റെ ടോർച്ചൊക്കെ പിടിച്ചാണ് നമ്മൾ ഉള്ളിലേക്ക് പോയത്. അവിടെ 2 വഴി കണ്ടില്ലേ, നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വേണം പോവാൻ. അതിലേ നമുക്ക് കല്ലൊക്കെ കയറും, കല്ല് കയറി നമ്മൾ മേലെ എത്തും. വേറെ ഈ വഴിയിലേക്ക് കൂടെ വേറെ വഴിയും ഉണ്ടെന്ന് അവർ പറഞ്ഞത് മേലെ പോകാൻ വേണ്ടിയിട്ട്. ഞാൻ കാണിച്ചു തരാം. അതേ കല്ലൊക്കെ അവിടെ നിൽക്കുന്ന ഓക്കെ കണ്ട, ഇത്രയും വലിയ കല്ലൊക്കെ വേണം നമ്മൾ. ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങണ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ പുറത്തിറങ്ങണ നേരത്ത് നമ്മൾ വാട്ടർഫാൾസൊക്കെ കണ്ടായിരുന്നു. ഇത് വേറൊരു വ്യൂ പോയിൻ്റാണ്. നല്ല മലയൊക്കെ കണ്ടു, പിന്നെ മേഘവും എല്ലാം നല്ല രസമായിരുന്നു, പച്ചപ്പ് പോലെ. പക്ഷേ മഴക്കാലത്ത് വരുമ്പോൾ അതിനെക്കാട്ടി നല്ല പച്ചപ്പ് ഉണ്ടാകുന്ന അച്ഛനമ്മയൊക്കെ പറയണത്. അടുത്ത നമ്മളെ ഡെസ്റ്റിനേഷനാണ് സ്ട്രോബെറി തോട്ടം. വട്ടവടയിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ കൃഷി ചെയ്യുന്നൊരു സാധനമാണ് സ്ട്രോബെറി. പിന്നെ മൂന്നാറിൽ തന്നെ ഏറ്റവും വലിയ സ്ട്രോബെറി തോട്ടത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് നടന്ന് കണ്ട അത് ഫുൾ ഷീറ്റ് വെച്ച് കവർ ചെയ്യണം, അങ്ങനെ അത് കൃഷി ചെയ്യണമെന്ന് തോന്നുന്നു. നമ്മൾ അതിലെ കൂടി നമുക്ക് പറിച്ചിട്ടൊക്കെ തിന്നാൻ പറ്റും വേണമെങ്കിൽ. അങ്ങനെ ആ സ്ട്രോബെറി തോട്ടമൊക്കെ നമ്മൾ നടന്ന് കണ്ടു. പിന്നെ നമ്മൾ കുറച്ച് ഫ്രഷ് സ്ട്രോബെറീസ് വാങ്ങിയിട്ടുണ്ടായി, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മൾ വൈനും വാങ്ങിയായിരുന്നു, അതും നല്ല അടിപൊളിയായിരുന്നു. ആൻഡ് അനിയനും അച്ഛനും കൂടെ അവിടെ നിന്ന് കുറച്ച് സ്ട്രോബെറീസ് പറിച്ചിട്ടുണ്ടായി, അത് അവൻ കാണിക്കുന്നത്. വലിയ പഴുത്തൊന്നുമല്ല എന്നാലും. പിന്നെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഹണി മ്യൂസിയം ആണ്. അതായത് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. അവിടെ നമുക്ക് മേലൊരു റൂമുണ്ടായി, അതിൻ്റെ മേലെ ഒരു ഹണി ബീ ഒക്കെ ഉണ്ടായി. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. ഇത് നോക്കി ഞാൻ കാണിച്ചു തരാം, കണ്ടോ, നല്ല ഫോട്ടോസൊക്കെ എടുത്ത്. അതിൻ്റെ മേളിലൊരു ഹണി ബീ ഉണ്ട്. അവിടെ ഐ ലവ് വട്ടവട എന്നൊക്കെ എഴുതി.
എനിക്കൊന്ന് വട്ടവടയിൽ ഞാൻ 2 സ്ഥലം മാത്രമേ കണ്ടുള്ളൂ. ഐ ലവ് വട്ടവട എന്നത് അവിടെയുണ്ട്. അങ്ങനെ ഈ ഒരു റൂം എനിക്ക് നല്ല ഇഷ്ടമായി. അവിടുന്ന് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു. അതാ നമ്മൾ താമസിക്കണ ഹോം സ്റ്റേ. അങ്ങനെ ഇതാണ് നമ്മുടെ മടക്ക യാത്ര, അവർ ജേണി ബാക്ക്. ജീപ്പിൽ നല്ല ലൈറ്റും പാട്ടൊക്കെ വെച്ച് നമ്മൾ ഇതാക്കുകയാണ്, എൻജോയ് ചെയ്തു. പിന്നെ ലാസ്റ്റ് നമ്മൾ പുറത്തൊക്കെ ഒന്ന് നടക്കാനൊക്കെ പോയി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കായിരുന്നു. നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അടുത്തുള്ളൊരു ഹോട്ടലിൽ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ നമ്മൾ പൊറോട്ടയും ചില്ലി ചിക്കനും വാങ്ങിയായിരുന്നു നമ്മൾ കഴിച്ചത്. നല്ല ഹോട്ടലായിരുന്നു, ഏകദേശം എനിക്ക് നല്ല ഇഷ്ടമായി. നമ്മൾ 4 പേരും ഇരുന്ന് പൊറോട്ടയും ചില്ലി ചിക്കൻ തന്നെയാണ് നമ്മൾ കഴിച്ചത്. നോക്ക്, കാശിക്കാണെങ്കിൽ എനിക്ക് വീണ്ടും വേണം പൊറോട്ട എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. പിന്നെ നമ്മൾ നേരെ തിരിച്ചു വന്നു നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് തന്നെ. അങ്ങനെ നമ്മൾ ഉറങ്ങാൻ കിടന്നു. ഇനി നാളെ നമ്മൾ നേരെ മൂന്നാറിലേക്ക്. നാളെ രാവിലെ ആയി. നല്ല തണുപ്പായിരുന്നു കേട്ടോ. രാവിലെ എല്ലാം എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പായിരുന്നു, സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരുന്നു. നമ്മളവിടെ കൊച്ചിയിൽ ചൂടുണ്ടാണെങ്കിൽ ഇവിടെ നേരെ തണുപ്പ്, അതുകൊണ്ട് ഭയങ്കര ആശ്വാസമായിരുന്നു നമുക്ക്. അപ്പം നമ്മൾ ഇതായിരുന്നു നമ്മുടെ ഹോട്ടൽ, നമ്മൾ ചെയ്ത ഹോം സ്റ്റേ. അപ്പം നമ്മൾ റെഡി ആയിട്ട് നമുക്കൊരു ബൈനോക്കുലേഴ്സ് കിട്ടിയായിരുന്നു നമുക്ക് നോക്കാൻ വേണ്ടി. അവർ ചോദിച്ചാൽ അവർ നമുക്ക് തരുമായിരുന്നു. ആൻഡ് അത് നോക്കാനാണെങ്കിൽ നല്ല രസമായിരുന്നു. ദൂരത്തിലെ സാധനങ്ങളൊക്കെ നമുക്ക് അടുത്തുനിന്ന് കണ്ടു. പിന്നെ ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്, ഒരു ബോഡി കോണും പിന്നെ റിങ്ങും പിന്നെ പോണിറ്റെയിലും ആയിരുന്നു ഞാൻ കെട്ടിയത്. ഇനി നമ്മൾ കാറിൽ ബാക്ക് ടു മൂന്നാർ നമ്മൾ പോവാണ്. കാശി ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല തണുപ്പായതുകൊണ്ട്. നമ്മൾ കാറിൻ്റെ അടുത്തേക്ക് പോയി. വട്ടവടയിൽ നിന്ന് ഇനി മൂന്നാറിലേക്കുള്ള യാത്രയാണ്. ഞാൻ പറഞ്ഞില്ലേ മറ്റേ ബോർഡർ, ആ ബോർഡറിലെ കൂടെ നമ്മളിങ്ങനെ പോവാണ്, ഫോറസ്റ്റ് ഏരിയയിലെ കൂടെ. നല്ല രസമായിരുന്നു. നമുക്ക് ഫുള്ള് മരങ്ങളും പച്ചപ്പൊക്കെ ആയിട്ട് കുറച്ച് കുളവും അതൊക്കെ ഉണ്ടായി അവിടെ. അച്ഛൻ പറഞ്ഞു രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ പോത്ത്, നമ്മുടെ കാട്ടുപോത്തില്ലേ, അതൊക്കെ വന്ന് വെള്ളമൊക്കെ കുടിക്കുമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിർത്തണ്ടെന്ന് അവർ പറഞ്ഞായിരുന്നു. അവിടെ വഴിക്കൊന്നും നിർത്തണ്ടെന്നുള്ളൊരു റൂള് പോലെ ഉണ്ട്. അങ്ങനെ നമുക്ക് വട്ടവട ടു മൂന്നാറിലേക്കുള്ള യാത്ര പോവാം. അങ്ങനെ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിന്റിലൊന്ന് ഇറങ്ങി അവിടെ നിന്ന് നോക്കാൻ വേണ്ടി. നല്ല വ്യൂ ആണെന്ന് എല്ലാവരും പറയണത്. കുറച്ച് നടക്കാനുണ്ടായി അവിടത്തേക്ക്. പോണ വഴിയിൽ മറ്റു സൈഡും ഇപ്പോഴത്തെ സൈഡും നല്ല ചന്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു തിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും വാങ്ങാമെന്ന്. ഈ നമ്മുടെ ഹെഡിൽ വെക്കണ സാധനവും അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായി. അങ്ങനെ നമ്മൾ ടോപ്പ് സ്റ്റേഷനിലെത്തി. മേളിൽ പോകണമെങ്കിൽ കുറച്ച് 15 rupees എങ്ങാനും കൊടുക്കണം. അപ്പം അവിടുന്ന് കാണുന്ന വ്യൂ ആണ് ടു ഡൈ ഫോർ. നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്, നല്ല ഭംഗിയുണ്ടായി ആ പച്ചപ്പൊക്കെ കാണാൻ വേണ്ടി. പിന്നെ നമ്മുടെ വഴിയിൽ സൈഡ് ചോക്ലേറ്റും അടുത്ത ചായപ്പൊടിയും, അവിടെ നമ്മുടെ ചായപ്പൊടീൻ്റെ എല്ലാം ഫാമിങ് ഉണ്ടായതുകൊണ്ട് പിന്നെ ചോളം അങ്ങനത്തെ, പിന്നെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ്, അതും പിന്നെ പാഷൻ ഫ്രൂട്ട് കുറേ നല്ല രസമാണ് അവിടുത്തെ പാഷൻ ഫ്രൂട്ട്. പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് തേയിലത്തോട്ടത്ത് നമ്മളൊന്ന് നിർത്തിയായിരുന്നു. അപ്പോൾ നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൊക്കെ നമുക്ക് പോയിട്ട് ഫോട്ടോ എല്ലാം എടുക്കാം. നല്ല പാങ്ങുണ്ടായിന് കാണാൻ വേണ്ടിയിട്ട്. നല്ല പച്ചപ്പ് പോലെയായിരുന്നു. അങ്ങനെ പോണ വഴിക്ക് കുറച്ച് ഫ്രഷ് വെജിറ്റബിൾസ് കണ്ടപ്പോൾ അച്ഛനും അമ്മയും വാങ്ങാൻ പോയായിരുന്നു. അവിടെ ബീട്രൂട്ടും പിന്നെ പർപ്പിൾ ക്യാബേജും പിന്നെ ക്യാരറ്റ്, നല്ല ഫ്രഷായിട്ടുള്ള ക്യാരറ്റ്സും പിന്നെ ബ്രോക്കോളിയൊക്കെ ഉണ്ടായി. പിന്നെ അപ്പം രണ്ടാളും കൂടിയിട്ട് അത് കുറച്ച് വാങ്ങിയായിരുന്നു. പിന്നെ നമ്മൾ പോണ വഴിക്ക് കുറച്ച് പശു മെയ്യാൻ വേണ്ടിയിട്ട് ഒരു മലയിലിങ്ങനെ കണ്ടതിന്. അത് കുറേ പശു ഉണ്ടായിന്, ഏകദേശം കറുപ്പും വെള്ളയും. നല്ല രസമുണ്ടായിന് അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നമ്മുടെ
രാത്രിയാകുമ്പോൾ നമ്മൾ റിസോർട്ടിലേക്ക് വന്നു. ഏഡൻസ് റിസോർട്ട് എന്നാണ് റിസോർട്ടിൻ്റെ പേര്. നല്ല റിസോർട്ടായിരുന്നു. ഏകദേശം ഭയങ്കര ഏസ്തറ്റിക്കൊക്കെ ആയിട്ടുണ്ടായി റിസോർട്ട് കാണാൻ വേണ്ടി. നമ്മൾ പിന്നെ ചെക്ക് ഇൻ ചെയ്ത് നമുക്കൊരു വെൽക്കം ജ്യൂസ് കിട്ടിയായിരുന്നു. അതേ കണ്ടല്ലോ, പുറത്ത് നല്ല രസം അത് കാണാൻ വേണ്ടി. പുറത്ത് പച്ചപ്പൊക്കെ ആയിട്ടൊരു ജംഗിൾ തന്നെയുള്ളൊരു റിസോർട്ട് പോലെ ആയതുകൊണ്ട് നല്ല പാങ്ങുണ്ടായിന് കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ അടുത്ത ദിവസം രാവിലത്തെ വീഡിയോ ആണ്. നമ്മൾ അന്ന് കഴിഞ്ഞ ദിവസം രാത്രിയല്ലായിരുന്നു, നമ്മളൊരു ഒരു സമയത്താകുമ്പോൾ ആയിരുന്നു എത്തിയത്. പക്ഷേ ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മളൊരു രാത്രി ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ എത്തിയത്. പിന്നെ നമ്മൾ നടന്ന് സ്വിമ്മിംഗ് പൂളും അവിടെയൊക്കെ ഒന്ന് കാണാൻ പോയി. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ റിസോർട്ട് ആ ഹോമിൽ നിന്ന് തന്നെ താഴേക്ക് പോകേണ്ട സ്റ്റെപ്സ് വഴിയൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ കുറേ വീടൊക്കെ കണ്ടു. പിന്നെ നമ്മൾ അവിടെ മേളിലൊരു യോഗ ചെയ്യണേയും സൈക്കിൾ ചെയ്യണൊക്കെ സ്ഥലമുണ്ട്. നമുക്കവിടെ സൈക്കിളൊക്കെ ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട്. അതൊക്കെ നല്ല ഇതാണ്. ഇവിടെയാണ് നമ്മൾ യോഗ ഒക്കെ ചെയ്യണ ഒരു സ്ഥലം എന്ന് അവർ പറയണത്. പിന്നെ നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയിട്ട് വന്നത്. ഇതാണ് നമ്മുടെ റിസപ്ഷന്. ഇവിടെ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത്, ഞാൻ പറഞ്ഞില്ലേ അത് ഭയങ്കര ലേറ്റായിരുന്നു ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏകദേശം നല്ല വ്യൂ എന്നല്ല, നമ്മൾ താഴെ തന്നെ ആയതുകൊണ്ട് പുറത്ത് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് 2 കസേര പോലെ ഒരു ബെഞ്ച് പോലെ ഉണ്ടായി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്തു. പിന്നെ അവിടെ എന്തോ എഴുതിയിട്ടുണ്ടായി, ലൈക്ക് സ്വിമ്മിംഗ് പൂൾസ് ആൻഡ് പ്രീമിയം കോട്ടേജസിലേക്ക്. അതാണ് ഒരു പ്രീമിയം കോട്ടേജസ് ഉണ്ട് താഴേക്ക്. ആ താഴേക്ക് പോകുന്ന സമയത്താണ് ഏറ്റവും എൻഡാണ് നമ്മൾ സ്വിമ്മിംഗ് പൂൾ ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ കാണാം. സ്വിമ്മിംഗ് പൂളിലേക്ക് നടന്നു പോണ വഴി ഇത് ഇങ്ങനെയാണ്. പിന്നെ നമ്മുടെ അവിടെ ഒരു ചായക്കട എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പക്ഷെ അവിടെ ഒരു ഈവനിങ് ആകുമ്പോഴാണ് ടീ കൊടുക്കാമെന്നൊക്കെ എനിക്ക് തോന്നുന്നത്. പിന്നെ നടന്ന് നമ്മൾ താഴേക്ക് എത്തും. അവിടെയാണ് സ്വിമ്മിംഗ് പൂൾ ഉള്ളത് സൈഡിലായിട്ട്. ഇതാണ് ചായക്കട. ഇതേ കണ്ടില്ലേ, അതാണ് സ്വിമ്മിംഗ് പൂൾ ചേഞ്ചിങ് റൂമും ഒക്കെ അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ വീണ്ടും താഴേക്ക് പോകുമ്പോൾ നമുക്ക് പാർക്കെല്ലാം ഉണ്ട്. അവിടെ ഊഞ്ഞാലുണ്ട്, പിന്നെ സീസോ എങ്ങാനും ഉണ്ട്. പിന്നെ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലമുണ്ട്. നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കാനും ഒക്കെ സ്ഥലമുണ്ട്. നോക്കിയേ, നല്ല രസമായിരുന്നു അവിടെ. നോക്കിയത് ഊഞ്ഞാലുണ്ടായി. കയറിൽ 2 മരത്തിലായിട്ട് കെട്ടിയതാണ് ആ ഊഞ്ഞാൽ. ഒരു ബെഞ്ച് പോലെ ആയിട്ട് കെട്ടിയത്. അതിൻ്റെ അപ്പുറമായിട്ട് നമുക്ക് സീസോയും ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ കാശിക്കും ആടണമെന്നുണ്ടായി. എന്നിട്ട് നമ്മൾ 2 പേരും ഒരുമിച്ച് ആടി കുറച്ച് സമയം. പിന്നെ സീസോയിലും കളിച്ചു നമ്മൾ. ഇത് കണ്ട, ഞാനും കാശി ഒരുമിച്ച് അങ്ങനെ ആടാണ്. അവന് നല്ല ഇഷ്ടമായി അവിടെ. കാരണം സ്വിങ്ങും അവിടെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് അവന് നല്ല ഇഷ്ടമായിരുന്നു അത്. പിന്നെ അവിടെ ഇരിക്കേണ്ട ബെഞ്ചിൽ ഞാനും അച്ഛനൊക്കെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. ആ സമയത്ത് നമ്മൾ കുറച്ച് കളിച്ചു. പിന്നെ സ്വിമ്മിംഗ് പൂളൊക്കെ കണ്ട് വന്നു. പിന്നെ നമ്മൾ നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു. അവിടെ ഒരു 8:30 ആകുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കൊടുക്കാൻ തുടങ്ങും. പഴം ഉണ്ടായി, പിന്നെ ബോയിൽഡ് എഗ്സ് ഉണ്ടായി, ജ്യൂസ് ഉണ്ടായി, സാലഡ് ഉണ്ടായി, പുട്ടും മെയിൻ എന്ന് പറയുന്ന പുട്ടും കടലക്കറിയായിരുന്നു. പിന്നെ നമുക്ക് എന്തുണ്ടായെന്ന് പറഞ്ഞാൽ ഒരു സോസേജും കുറച്ച് വെജിറ്റബിൾസൊക്കെ മിക്സ് ചെയ്ത സാധനം ഉണ്ടായി. പിന്നെ ഡെസേർട്ടിന് വേണ്ടി നമുക്ക് ബ്രെഡ് ആൻഡ് ജാം, പിന്നെ ബ്രെഡ് ആൻഡ് ബട്ടർ, പിന്നെ കപ്പ് കേക്കും ഉണ്ടായി. പിന്നെ നമുക്ക് ചോക്കോസൊക്കെ ആയിരുന്നു സ്റ്റാർട്ടറിനൊക്കെ ഉണ്ടായത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ സ്വിമ്മിങ്ങിലേക്ക് പോയി. സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ നല്ല ഐസും വെള്ളമായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. കാശിനെയും അച്ഛനും അമ്മയും ഞാനൊക്കെ ഇറങ്ങിയായിരുന്നു. ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ ഐസും വെള്ളം പോലെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനൊക്കെ മുകളിൽ ഇരുന്നായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം 1 മണിക്കൂറിലേക്ക് നമ്മൾ സ്വിമ്മിംഗ് പൂൾ ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. കുറച്ച് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. എനിക്കാണെങ്കിൽ സ്വിമ്മിങ് അത്ര അറിയാത്തതുകൊണ്ട് അച്ഛൻ എന്നെ കുറച്ച് പഠിപ്പിച്ചു സ്വിമ്മിങ്. കണ്ട കാശി ഇറങ്ങണത്. കാശി ഇറങ്ങിയിട്ട് അവന് ബേബി പൂള് പോലത്തെ ഒരു സ്ഥലമുണ്ട്, അവിടെയൊക്കെ അവൻ നടക്കാനറിയാം. സ്വിമ്മിങ് ചെയ്തതിന് ശേഷം നമ്മളിനി നേരെ പോവാണ്. നമ്മൾ നാട്ടിലേക്ക് പോവാണ്. നമ്മൾ 4 പേര് ഇന്ന് റെഡ് ഡ്രസ്സായിരുന്നു അന്നിട്ടത്.
നമ്മൾ 4 പേര് മാച്ച് ആയിരുന്നു. പിന്നെ അവിടുത്തെ ഒരു കെയർ ടേക്കറിൻ്റെ അടുത്ത് നമ്മൾ ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോ എടുത്ത് നമ്മൾ നാട്ടിലേക്കുള്ള ജേണി ബാക്കാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഞാനിപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇട്ടത്. എന്നെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.